ഹേ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ടൈം വീഡിയോ ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈവോ റോയലായിട്ടാണ് ഗൈസ്. ഓക്കെ, അതായത് നമ്മൾ ഈവോ കറക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും 2 വീക്കിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ടോട്ടൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തത് 3 വീക്കിലാണ് ഗൈസ്. എന്നിട്ടും എനിക്ക് വേണ്ട ഈവോ അല്ല ഗൈസ് കിട്ടിയത്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് UMP അല്ലെങ്കിൽ M80 ആണ് വേണ്ട, കാരണം എനിക്ക് ഷോർട്ട് റേഞ്ച് ഗണ്ണ് ഈവോ ഇല്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയാണ് കറക്കണത്. അപ്പം നമ്മൾ ആദ്യം ഒരു 200 സ്പിൻ ചെയ്ത് ഗൈസ്. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഒരു നല്ല സാധനം ഗൈസ്, ചവർ മാത്രം തരുള്ളൂ ഗൈസ്. ഓക്കെ, ഗരീനെ പണ്ടേ ഉടായിപ്പാണ് ഗൈസ്. പിന്നെ ഒരു 53 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് നിങ്ങൾക്ക് ഇവിടെ കാണുകയാണെങ്കിൽ ഗൈസ് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ടോട്ടലി 2 വീക്കിലോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ക്ലൈമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമുക്കിനി ഇത്രയും 25-ാം തീയതി വരെ കിട്ടും ഗൈസ്. ഞാൻ ഏറ്റവും വലിയ മണ്ടത്തരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ എന്തായാലും അതായത് 20 വെച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഡയമണ്ട് ഇങ്ങനെ കൂട്ടി 200 സ്പിന്ന് ചെയ്യാൻ തരണം കഴിച്ച് കുറച്ചുകൂടി നല്ലത്. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കണ്ട 88 ഡയമണ്ട് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് സ്പിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 40 ഡയമണ്ടിൽ 60 ഡയമണ്ടിലൊക്കെ ഈ കൂട്ടി. അപ്പോൾ എനിക്കും അങ്ങനെ എന്തെങ്കിലും ബിരിയാണി അടിച്ചാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു മൈൻഡിലാണ് ഗൈസ് ഞാൻ കറക്കുന്നത്. എനിക്ക് മെയിനായിട്ട് വേണ്ട UMP ആണ് ഗൈസ്. ഓക്കെ, UMPക്ക് വേണ്ടിയാണ് നമ്മൾ കറക്കണത്. പിന്നെ നമ്മൾ 20 ചെയ്ത് ഗൈസ്. ഓക്കെ, ഇതിനകത്തും വെറുതെ ഒരു ക്രേറ്റാണ് ഗൈസ് തന്നത്. നമുക്ക് ഫമാസിൻ്റെ ക്രേറ്റ് ആണ് ഗൈസ്. അതായത് എനിക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UMP അല്ലെങ്കിൽ M80 ആണ് ഗൈസ്. ഓക്കെ, ഫമാസ് വന്നപ്പോൾ എനിക്ക് അത്ര വിഷമമില്ല. പക്ഷേ പാരഫൽ എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും പാരഫൽ വെച്ചൊന്നും കളിക്കാറില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ നാളെ ഒരു ക്ലൈമും കൂടി ഉണ്ടാവും ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ കുറേ റിവാർഡ് പരിപാടിയൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഗരീനൊക്കെ എന്ത് പറ്റിയെന്ന് പറഞ്ഞിവിടെ അത്യാവശ്യം ഫ്രീ റിവാർഡൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് പിന്നെ ഈവോൻ്റെ സൈഡിൽ ടൈം ലിമിറ്റ് ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര ദിവസം ടൈം ഗ്യാപ്പ് എടുത്താണ് കറക്കണേന്നൊക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ വേറെ ഡയമണ്ട് കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 45 ഡയമണ്ടോളം ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ 20 ഒരെണ്ണം കറക്കാം ഗൈസ്. ഓക്കെ, ഒന്നും കിട്ടിയില്ല. പോക്കറ്റ് മാർക്കറ്റ് ആണ് ഗൈസ്. ഓക്കെ, അടുത്ത 20 കറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഗൈസ് മൂഞ്ചി ഗൈസ്, ഒന്നും കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നാളെ എന്തായാലും നമുക്കൊരിത് കിട്ടും ഗൈസ്. അതായത് മറ്റേ സംഭവം എന്താണ്, ഡയമണ്ട് നമുക്ക് ക്ലൈം ചെയ്യാൻ പറ്റും വീക്കിലിയുടെ. അപ്പോൾ നമുക്ക് നാളെ ഒരു 20 ചെയ്യാം. അതാണ് ഗൈസ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ്. 20 ചെയ്യേണ്ട 200 വെച്ച് ചെയ്യാൻ നോക്കുക ഗൈസ്. ആരും 20 ചെയ്യരുത് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു 20 ചെയ്ത് ഗൈസ്, ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു 20 ചെയ്തു. ചെങ്ങാനൊരു ബിരിയാണി വീണാലും ഗൈസ് ഇല്ല, ഇതിനകത്തും കിട്ടിയില്ല. ഇതിനകത്ത് മറ്റേ സപ്ലൈ ക്രേറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ലാസ്റ്റ് 20 ഡയമണ്ട് ഗൈസ്. നമ്മളെന്തായാലും 20 ചെയ്തില്ല. നമ്മൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൂപ്പർ ഹീറോ ബണ്ടിൽ ഇത് കിട്ടില്ല സംഭവം ഗൈസ്. ഈ ബണ്ടിൽ OP ആയി. ഫസ്റ്റ് ബണ്ടിലാണ് ഗൈസ് ഏറ്റവും വൈബ് എന്ന് തന്നെ പറയാം. മെയിൻ ബണ്ടിലാണ് ഗൈസ് ഏറ്റവും സൂപ്പർ. ഹെഡ് ഫസ്റ്റ് ബണ്ടിൽ തന്നെയാണ് ഗൈസ് നല്ലത്. പിന്നെ ഇത് കൊള്ളാം, ഇത് പോരാ ഗൈസ്. എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങൾക്ക് ഏത് ബണ്ടിലാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരൊക്കെ ഈ ഈവോ റോയിൽ നിങ്ങൾക്ക് കറക്കിയിട്ട് നിങ്ങൾക്ക് അതായത് 60-100 ഡയമണ്ടിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും ഒരു 20 കറക്കി ഗൈസ്, കിട്ടിയില്ല. പിന്നെ ഒരു 20 കറക്കി. ഇതിനകത്ത് കിട്ടിയ ബിരിയാണി ഇതിനകത്തും കിട്ടിയില്ല ഗൈസ്. പിന്നെ നിങ്ങൾ ടോട്ടലി ഞാൻ എത്ര ഡയമണ്ട് പൊട്ടിച്ചെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഞാൻ എന്തായാലും പറയാം വീഡിയോയിൽ ടോട്ടൽ എത്ര പൊട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം ഗൈസ്. ഇപ്പോൾ തന്നെ നമുക്കിനി ആകെ 14 ദിവസം കൂടി ഈവോ ഉള്ളൂ ഗൈസ്. ഒക്കെ നമ്മൾ പിന്നെയും ടോപ്പ് ഡയമണ്ട് ക്ലൈം ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇറക്കാൻ വന്നിരിക്കുക ഗൈസ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും നമ്മൾ എന്ത് വലിയ മണ്ടത്തരമാണ് ചെയ്തതെന്ന് ഗൈസ്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ എമൗണ്ട് നമ്മൾ 100% ക്ലൈം ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ നൈസ് എമൗണ്ടാണ്. അത് ഫ്രീ ആയി തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് ഗൈസ്. പിന്നെ നമ്മുടെ നാട്ടു എമൗണ്ടൊക്കെ വന്നിട്ടുണ്ടാകും ഗൈസ്. ഞാൻ ഈ വീഡിയോ കറക്കി തീർന്ന നാട്ടു എമൗണ്ട്, അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ അക്കൗണ്ടിലൊക്കെ വെറും 19 അതായത് രണ്ടാമത്തെ പിന്നെ ഗൈസ്. അത് 19 ഡയമണ്ടിലാണ് സാധനം കിട്ടിയത്. പിന്നെ NXT 777 അക്കൗണ്ടിലും ഏകദേശം ഒരു 69 ഡയമണ്ടിലാണ് ഗൈസ്. ഞാൻ കറക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് പരിപാടിയൊന്നും നമ്മുടെ അടുത്തില്ല. എന്നാലും നമ്മൾ കറക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എന്തായാലും ലക്ക് കൂട്ടാനായിട്ട് ഗോൾഡ് റോയിലൊക്കെ വെറുതെ കറക്കുന്നുണ്ട്. എങ്ങാനും ഒരു ബിരിയാണി കിട്ടിയാലോ ഗൈസ്. ഒന്നും കിട്ടിയിട്ടില്ല. അത് നമ്മൾ അത്യാവശ്യം ലക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കെന്താ ഇനിയൊരു 20 ചെയ്ത് നോക്കാം. ഇതിനകത്തും ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല.
പോക്കറ്റ് മാർക്കറ്റൊക്കെ ഇന്ത്യ വേണം കൈസ്. എൻ്റെ അടുത്ത് ഒരു 100, 200, 300 പോക്കറ്റ് മാർക്കറ്റൊക്കെ ഉണ്ട് കൈസ്. അതൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ 35 ഡയമണ്ട് കിട്ടും കൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും അതും കൂടി ക്ലൈം ചെയ്ത് അതിനും കറക്കാൻ പോകണം കൈസ്. ഇതിപ്പോൾ ഇന്ന് നമുക്കൊരു അതായത് നമ്മൾ 5-6 ദിവസം ഒരുമിച്ചാണ് കറക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു 5-6 ദിവസത്തെ ഡയമണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതായത് 100 ഡയമണ്ട് ആക്കിയിട്ടുണ്ട് കൈസ്. ഇന്നാണ് ലാസ്റ്റ്, ഇന്നലെ കൈസ്. ഇന്നൊരു 3 ദിവസം കൂടി ഉണ്ട്, 25-ാം തീയതി ആവാനായിട്ട് കൈസ്. ഓക്കെ, എന്തായാലും 100 ഡയമണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു 20-ന് കറക്കി കിട്ടിയില്ല, പിന്നെ ഒരു 20-ന് കറക്കി ഇല്ല ഗൈസ്. ബോൺഫയറാണ് ഗൈസ്. ഈ ചവർ ബോൺഫയറൊക്കെ എന്തിനാണ് എനിക്ക് തന്നെയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. വെറുതെയാണ് ഗൈസ് ബോൺഫയറൊന്നും. ഞാനിപ്പോൾ ഉപയോഗിക്കാറും കൂടിയില്ല. ആകെ ഉപയോഗിക്കുന്നത് കസ്റ്റം വരുമ്പോഴാണ്. ഇപ്പോൾ കസ്റ്റവും മര്യാദ അങ്ങനെ കളിക്കാറൊന്നുമില്ല ഗൈസ്. പിന്നെ നമ്മൾ കറക്കി ഗൈസ് കിട്ടിയില്ല ഗൈസ്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു 20 ഡയമണ്ട് ഇതിനകത്ത് കിട്ടിയാൽ ഓക്കെ ബിരിയാണി ഗൈസ്. ഇതിനകത്തും കിട്ടിയിട്ടൊന്നുമില്ല, വെറുതെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ ഒരു 243 ഡയമണ്ട് കൊണ്ട് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 800 ഡയമണ്ട് വെട്ടിച്ച് ഗൈസ്. ഓക്കെ, ഈ നാട്ട് എമൗണ്ട് കുറേ പേർക്ക് സെക്കൻഡ് സ്പിന്നിലും തേർഡ് സ്പിന്നിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒരു 20-ന് കറക്കിയിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ ഡയറക്റ്റ് 200-ന് അങ്ങോട്ട് കറക്കുകയാണ്. ഒന്നും നോക്കി ഗൈസ്, പണം പോട്ട് പ്രതാപം പരത്തി എന്നുള്ള വൈബിൽ ഗൈസ് അതുകൊണ്ട് കറക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും തരും ഗൈസ്. പാരഫൽ ഗൈസ്, പാരഫൽ അടിച്ചു ഗൈസ്. പക്ഷെ എനിക്ക് ഈ പാരഫലിനോട് വേണ്ട ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഡയമണ്ടൊക്കെ പൊട്ടിച്ച് കറക്കിയിട്ട് പാരഫൽ ഗൈസ്. ഞാൻ ഉപയോഗിക്കാത്തൊരു തോക്കാണ് പാരഫൽ ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ എന്തായാലും ഒരു 20-നും കൂടി ചെയ്ത് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. പാരഫലിൻ്റെ ടോക്കൺ പോലും എൻ്റെ കയ്യിലില്ല. അതാണ് ഗൈസ് ഏറ്റവും ശോകം. നമുക്കിപ്പോൾ യൂണിവേഴ്സൽ ടോക്കൺ പാരഫലിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റിയ യൂണിവേഴ്സൽ ടോക്കൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല ഗൈസ്. വൻ ശോകമാണ്. ഞാൻ പാരഫലിൽ വെച്ച് കളിക്കാറില്ല ബേസിക്കലി ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ബൈ, ലവ് യു ഓൾ, ബൈ ബൈ, ടേക്ക് കെയർ.